കലാനിലയത്തിൻ്റെ നാടകങ്ങളിലൊക്കെ സ്ഥിരം നാടകവേദി എന്ന് പറയുന്ന പോലെ പാട്ടുകളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ലൈവ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അത് ലൈവാണോ ഒന്ന്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡയലോഗ് പറയുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പറയുന്നതാണ്. കാരണം ഒരിക്കലും ഒരു ലാഗോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മൈക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സ്റ്റേജിൽ കാണാറില്ല. എന്താണ് അതിൻ്റെ ഒരു അത് എപ്പോഴും നാടകം നടക്കുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡയലോഗിനെ പറ്റി. അപ്പം അതുകൊണ്ട് ഇൻ്റർവെൽ സമയത്ത് ഞങ്ങളിപ്പോൾ അനൗൺസ് ചെയ്യും ഇതിലത്തെ ഡയലോഗുകളൊക്കെ ലൈവായിട്ട് അഭിനേതാക്കൾ പറയുകയാണ്. കാരണം ആൾക്കാർക്ക് ഇത്രയും ക്ലാരിറ്റി ഒരിക്കലും നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള നാടകങ്ങൾ കാണുമ്പോൾ അറിയാം. ഇപ്പോൾ പ്രൊഫഷണൽ നാടകങ്ങൾ കാണുമ്പോൾ ഒരു മൈക്ക് തൂക്കിയിട്ട് അതിന് ചുറ്റുമാണ് ആളുകൾ നിന്ന് സംസാരിക്കുക വരുന്നത്. അപ്പം ഇത് ഇത്രയും ലെങ്ത്തിലുള്ളൊരു സ്റ്റേജിൽ പോയും എവിടെ നിന്നാലും ശബ്ദത്തിനൊരു വ്യത്യാസം വരുന്നില്ല, ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ആൾക്കാരുടെ പേര് റെക്കോർഡിംഗ് ആണ്. അങ്ങനെ പലരും ചോദിച്ചുകൊണ്ട് നമ്മൾ ഇൻ്റർവെൽ സമയത്ത് ഇത് റെക്കോർഡിംഗ് അല്ല, അഭിനേതാക്കൾ ഡയറക്റ്റ് ലൈവായിട്ട് പറയുന്നതാണ് നമ്മൾ. അപ്പോൾ ഭയങ്കര കയ്യടിയാണ് ആൾക്കാർക്ക്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.